നമസ്തേ. ഇന്ന് വളരെ വിവാദപരവും വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ളതുമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്കപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ചില ആളുകൾ പറയുന്നു ഞാൻ ദൈവത്തിൽ ചില ആളുകൾ പറയുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ ഒരു വാചകം കേട്ടാൽ ഉടൻ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെടും, വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസി. ഈ ഒരു തർക്കം മനുഷ്യരാശിയെ മുഴുവൻ വിഭജിക്കുന്നു. ഇന്ന് നമ്മൾ വേദാന്തയിലൂടെ ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വേദാന്ത ഒരു വിശ്വാസ പ്രമാണമല്ല. വേദാന്ത പറയുന്നത് ഒരു ഷോക്കിംഗ് ആയ കാര്യമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും വേദാന്തത്തിന് പ്രശ്നമേ അല്ല. മറിച്ച് വേദാന്തം വളരെ ശക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. എല്ലാവർക്കും സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പുരാതന ഭാരതത്തിലെ വേദാന്ത ദർശനങ്ങളെ വളരെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത്. വേദാന്തയുടെ ആഴമുള്ള സത്യങ്ങളെ ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വരൂ, ഈ ആത്മീയ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ യാത്ര തുടങ്ങുകയായി. അപ്പോൾ ഇന്നത്തെ വിഷയം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ, ദൈവത്തിൽ വിശ്വസിക്കാത്ത മറ്റൊരു കൂട്ടർ. ഇതിൽ വേദാന്തം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഈ തർക്കം വളരെ വളരെ പുരാതനമാണ്. പക്ഷേ വേദാന്തയുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതോ അവിശ്വസിക്കുന്നതോ വേദാന്തയുടെ പ്രധാന പ്രശ്നമല്ല. വേദാന്തം വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യം ഈ രണ്ടു കൂട്ടരോടും ചോദിക്കുന്നു. ആരാണ് ഈ ഞാൻ? ഒരു വിശ്വാസി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു അവിശ്വാസി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. വേദാന്തം ചോദിക്കുന്നു, ഇതിലുള്ള ഈ ഞാൻ ആരാണ്? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് വേദാന്തയുടെ ചോദ്യം മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു നാണയം, ഒരു കോയിന്റെ സഹായത്തോടെ വേദാന്തയുടെ ചോദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഇതിൽ ഒരു വശം ദൈവവിശ്വാസിയും, അതായത് തീയിസ്റ്റ്, മറുവശം അവിശ്വാസി, എത്തീയിസ്റ്റ് നിലനിൽക്കുന്നു. നമുക്കറിയാം, നാണയത്തിന്റെ ഒരു വശത്തുള്ള ആൾക്ക് മറുവശത്തുള്ള ആളുകളെ കാണാൻ കഴിയില്ല. അതേപോലെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും അവിശ്വാസിയുടെ കാഴ്ചപ്പാടോ, ഒരു അവിശ്വാസിയായ ഒരാൾക്ക് ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. സ്വാഭാവികമായും രണ്ടു കൂട്ടരും അവരുടെ ഭാഗം വാദിച്ചും ന്യായീകരിച്ചും തർക്കിച്ചും ഇരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു നാണയം അല്ലെങ്കിൽ ഒരു കോയിൻ സൂക്ഷിച്ചു നോക്കിയാൽ അതിന് മൂന്നാമത് ഒരു വശം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആ നാണയത്തിന്റെ എഡ്ജ് അല്ലെങ്കിൽ അരിക് എന്ന് പറയുന്നത്. ഇത് വളരെ സൂക്ഷ്മമായ ഒരു സ്ഥലമാണ്. അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഈ നാണയത്തിന്റെ രണ്ടു വശങ്ങളും കാണാൻ കഴിയും. എന്നാൽ ഈ സ്ഥലം ഈ രണ്ടു വശങ്ങളുടെയും ഭാഗമല്ല. പ്രിയമുള്ളവരെ, വേദാന്തം അവിടെയാണ് നിൽക്കുന്നത്. വേദാന്തം വിശ്വാസിയുടെ കൂടെയുമല്ല അവിശ്വാസിയുടെ കൂടെയുമല്ല. ഈ രണ്ടു കൂട്ടരും വേദാന്തയെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. വേദാന്തം ഒരിക്കലും നിങ്ങൾ ഒരു വിശ്വാസിയാണോ അതോ നിങ്ങളൊരു അവിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നില്ല. മറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ളതും ശക്തവുമായ ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഞാൻ? എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന വെറും ഒരു ചിന്തയാണ്. അതുപോലെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു ചിന്തയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്കൂ. വേദാന്തം ചോദിക്കുന്നു, ഈ ചിന്ത അറിയുന്ന ആൾ ആരാണ്? ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവിശ്വസിക്കുന്നു എന്ന ചിന്ത അറിയുന്ന ആൾ ആരാണ്? വേദാന്തയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി താൻ അറിയാത്ത ഒന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഒരു അവിശ്വാസി താൻ അറിയാത്ത ഒന്ന് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. വേദാന്തം പറയുന്നു, രണ്ടു കൂട്ടരും ഒരേപോലെ അജ്ഞതയുള്ളവരാണ്. ഈ രണ്ടു കൂട്ടരും യാഥാർത്ഥ്യം അറിയാത്തവരാണ്. മനസ്സിന്റെ ലെവലിൽ മാത്രമേ ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നുള്ളൂ. ദൈവം എന്നത് ഒരു സൃഷ്ടികർത്താവാണെങ്കിൽ നമ്മളും ഈ കാണുന്നതെല്ലാതും, വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. കേവലം ഈ സൃഷ്ടി എന്താണെന്നറിയാതെ സൃഷ്ടാവിനെ അറിയാൻ ശ്രമിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. വേദാന്തം ഈ വിഡ്ഢിത്തത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വേദാന്തം പറയുന്നത് ഇത്ര മാത്രമാണ്: നിങ്ങൾ ഈ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ അറിയുന്ന നിങ്ങൾ മനസ്സല്ല. വിശ്വാസം അവിശ്വാസം എന്നത് ചിന്തകളാണ്.
അത് നിങ്ങളുടെ മനസ്സിന്റെ തലത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് അതിലും ഉയരത്തിൽ അതിനെ അറിയുന്ന അവയർനെസ് ആണ്. നിങ്ങൾ നിങ്ങളെ അറിയുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനം വ്യക്തമായി കൊള്ളും. നിങ്ങൾ നിങ്ങളെ അറിയുമ്പോൾ ദൈവത്തെ അറിയുന്നു എന്ന ഉപനിഷത്ത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രിയമുള്ളവരെ, വേദാന്തം വിശ്വാസത്തിലോ അവിശ്വാസത്തിലോ അല്ല ആരംഭിക്കുന്നത്, മറിച്ച് ആത്മജ്ഞാനത്തിലാണ് ആരംഭിക്കുന്നത്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കൂ. വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാരണം പറഞ്ഞ് നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദാന്തം ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാനോ ദൈവം ഇല്ല എന്ന് തെളിയിക്കാനോ അല്ല ശ്രമിക്കുന്നത്, മറിച്ച് ഒരേ ഒരു ചോദ്യത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലും വരുന്ന ഈ ഞാൻ ആരാണെന്ന് അന്വേഷിക്കാൻ പറയുന്നു. അതാണ് ആത്മീയ യാത്രയുടെ ആരംഭം. വരൂ, നമുക്ക് ഒരുമിച്ച് ഈ അന്വേഷണം ആരംഭിക്കാം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി പറയുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.